പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയും സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. പ്രാർത്ഥനയോടുകൂടെ വെള്ളിയാഴ്ചത്തെ ആരാധന നമുക്ക് ആരംഭിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ചയുടെ രാത്രിക്കായി തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. വ്യത്യസ്ത ഭവനങ്ങളിലും സാഹചര്യങ്ങളിലുമായിരുന്ന ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ആരാധിപ്പാനും അങ്ങ് നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ആലയത്തിലും ഭവനങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുമായിരുന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ അവിടുത്തെ പ്രിയ മക്കളോടും അവിടുന്ന് മനസ്സലിയുകയും അവരുടെ പ്രാർത്ഥനകളെയും ആരാധനകളെയും സ്വീകരിച്ച് അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരി മാറിപ്പോകുവാൻ, എല്ലാവരും സാധാരണ ജീവിതം നയിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങൾക്കും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള അവസരത്തെ നൽകണമേ. ഇന്നത്തെ ആരാധനയുടെ ആദ്യോടന്തം അവിടുത്തെ കൃപ പകരുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു എന്നുള്ള ഗാനം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവ
54 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 54 നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ, ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ച് കളയണമേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവയെ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ മിഥുല ഇന്നത്തേക്കുള്ള പ്രത്യേക പാഠഭാഗം വായിച്ച് കൽപ്പിക്കുകയും അതിനുശേഷം ശ്രീമതി സ്റ്റെല്ല മധു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. വായിക്കുവാനായി നൽകിയിരിക്കുന്ന വേദഭാഗം ആമോസ് 4-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആമോസ് 4-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരി പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. മിസ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ച് നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു. നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി. നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം സോദോമിനെയും ഗോമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിൽ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്താൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ വിശ്വാസ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം ആയിരിക്കുന്ന ആ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൻ. ഞങ്ങളുടെ വാത്സല്യമായ സ്നേഹസ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രവും സ്തുതി അർപ്പിക്കുന്ന നാഥ കർത്താവേ, ഈ സന്ധ്യായാമത്തിൽ കർത്താവേ, പല ഭവനങ്ങളായിരുന്നു അടിയങ്ങൾ കർത്താവേ. യേശോപ്പ, അങ്ങയുടെ ആലയത്തിൽ വന്ന കർത്താവേ, അങ്ങേ നോക്കി സ്തുതിപ്പാൻ കർത്താവ് അവിടെ നൽകിയ അവസരത്തിനായി നന്ദി സ്തോത്രം അർപ്പിക്കുന്ന നാഥ യേശോപ്പ. കർത്താവേ, യേശോപ്പ, ഞങ്ങൾക്ക് കർത്താവേ ഒത്തൊരുമിച്ച് കർത്താവേ അങ്ങേ പാടി മഹത്വപ്പെടുത്താൻ കർത്താവേ. യേശോപ്പ, എത്രയും വേഗത്തിൽ കർത്താവേ ഈ മഹാമാരിയെ ഇവിടെ നിന്ന് മാറ്റിമാറണമേ താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവേ. യേശുവേ, അപ്പം അങ്ങയുടെ ആലയം കർത്താവേ പാഴും ശൂന്യമായി പോകാതെ കർത്താവേ. യേശോപ്പ, എല്ലാ ജനങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവേ അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമേ താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവേ. യേശോപ്പ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുറവുകളെ കുറ്റങ്ങളെ അവിടെ നിന്ന് ക്ഷമിക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവേ. യേശോപ്പ, അവിടെ നിന്ന് കർത്താവേ, യേശോപ്പ, അവിടെ നിന്ന്
കർത്താവെ എല്ലാവരെയും അവിടെ നിന്ന് മനസ്സലി ഉണ്ടാകണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവെ. യേശോപ്പ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. യേശോപ്പ അവിടുന്ന് ജനത്തോട് മനസ്സലി ഉണ്ടാകണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവെ. യേശോപ്പ അങ്ങ് ആരാധിപ്പാനുള്ള അവസരങ്ങൾ കർത്താവെ യേശോപ്പ അവിടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവെ. യേശോപ്പ കുറവുള്ളവരും കുറ്റക്കാരുമാണ് കർത്താവെ. അപ്പം അങ്ങയുടെ സന്നിധി നിൽപ്പാൻ യോഗ്യതയുള്ളവരല്ല കർത്താവെ. യേശോപ്പ അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളെല്ലാം എൻ്റെ അപ്പം അവിടുന്ന് ക്ഷമിക്കുന്നവൻ കൃപകൾക്കായി നന്ദി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവെ. യേശോപ്പ ഇന്ന് കർത്താവെ ഈ ആലയത്തിൽ കൂടി വന്ന ഓരോരുത്തരെയും അവിടെ അങ്ങയുടെ സന്നിധി തരുന്ന അതാ കർത്താവെ. വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവെ അങ്ങേ കർത്താവെ ഈ ആരാധനയായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും തരുന്ന കർത്താവെ. അവരുടെ ആവശ്യങ്ങളും ആവശ്യഭാരങ്ങളും എല്ലാം കർത്താവ് അറിയുന്നല്ലോ കർത്താവെ. യേശോപ്പ കർത്താവെ യേശോപ്പ എന്ത് തന്നെ ആയിരുന്നാലും കർത്താവെ നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ അല്ല ചെയ്യുന്ന നാഥൻ കർത്താവെ. യേശോപ്പ ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം കർത്താവെ അങ്ങ് അപ്പനോട് സമർപ്പിക്കുന്ന കർത്താവെ. യേശോപ്പ അവിടുന്ന് കർത്താവെ അങ്ങ് അമ്മ ആശ്വസിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നല്ല ചെയ്തത് കർത്താവെ. ഞങ്ങൾക്ക് കർത്താവ് അവിടുന്ന് ആശ്വാസം നൽകുന്നവൻ കൃപകൾക്കായി നന്ദി സ്തോത്രം അർപ്പിക്കുന്ന അതാ. യേശോപ്പ ഞങ്ങളുടെ ആലയത്തിലെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പ. യേശോപ്പ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തണേ കർത്താവെ. കർത്താവെ വ്യത്യസ്ത സാഹചര്യങ്ങളായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. വിവിധമായ ആവശ്യങ്ങൾ കർത്താവെ ആവശ്യഭാരങ്ങളുണ്ട് കർത്താവെ. യേശോപ്പ എല്ലാവരുടെയും ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്ന കൃപകൾക്കായി നന്ദി സ്തോത്രം അർപ്പിക്കുന്നതാ കർത്താവെ. കർത്താവെ പൈതങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പ. യേശോപ്പ അവിടെ വിദ്യാഭ്യാസങ്ങൾ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. യേശോപ്പ കർത്താവെ എല്ലാത്തിനും കർത്താവെ യേശോപ്പ അവിടുന്ന് ആവശ്യമായ നന്മളാക്കൊണ്ട് നിറയ്ക്കുമാറാണമേ താഴ്മയുടെ അപേക്ഷിച്ച് കർത്താവെ. യേശോപ്പ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. 2-3 പേർ എവിടെയായിരുന്നാലും കർത്താവെ അവയുടെ മധ്യം ഞാനുണ്ടെന്ന് നല്ല ചെയ്തെന്നാഥൻ കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിലും വന്ന് കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ അപേക്ഷകളെല്ലാം കേൾക്കുന്നവൻ കൃപകൾക്കാണ് നന്ദി സ്തോത്രം അർപ്പിക്കുന്നതാ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്നതാ കർത്താവെ. സഭയെ അനുഗ്രഹിക്കുന്ന കർത്താവെ. സഭയിലെ എല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തണം നാഥാ കർത്താവെ. ഞങ്ങൾക്ക് പ്രകാരം കർത്താവെ അങ്ങ് ആരാധിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി നന്ദി സ്തോത്രം അർപ്പിക്കുന്നതാ. എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ. ഞങ്ങളുടെ സഭാ ശുശ്രൂഷനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ കർത്താവെ. അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തണമെന്നാതാ. ആവശ്യമായ നന്മളാക്കൊണ്ട് നിറയ്ക്കണമേ. യാത്രകളിൽ കൂടെ ഇരിക്കണമേ കർത്താവെ. യാതൊരു വിധമായ ബുദ്ധിമുട്ടും അനുഭവപ്പെടാതെ ഉണ്ടെങ്കിൽ കർത്താവ് അവിടുന്ന് കാത്തുകൊള്ളണമേ താഴ്മയുടെ അപേക്ഷനാഥ കർത്താവെ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. യേശോപ്പ ഞങ്ങളുടെ മഹായിലും ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. എല്ലാ ദേവദാസന്മാരെയും അവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തണമേ കർത്താവെ. യേശോപ്പ എല്ലാവരെയും ഞങ്ങളുടെ സന്നിധി തരുന്നതാ കർത്താവെ. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പുള്ള ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. കർത്താവെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതാ. യേശോപ്പ പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവിധമായ പരീക്ഷകളിൽ തയ്യാറാകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പ. യേശോപ്പ അവിടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം അവിടെ നിന്ന് അറിയുന്നല്ല കർത്താവെ. യേശോപ്പ അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് താഴ്മയുടെ അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ സകലതും യേശു നാമത്തിൽ പ്രാർത്ഥനകൾ നല്ല പിതാവേ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാതെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് മുന്നേക്ക് അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്തമായ നിലകളിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ലഭ്യമായിരിക്കുന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ കഴിഞ്ഞ ചില ആഴ്ചകളിലായി നമ്മുടെ ആലയത്തിൻ്റെ ചുറ്റുവട്ടത്ത് പല സ്ഥലങ്ങളിലുമുള്ള കോവിഡ് രോഗങ്ങൾ കാരണം നമുക്ക് പൊതു ആരാധന നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. നിലവിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നുള്ള ഒന്നില്ല, ഹോട്ട്സ്പോട്ടുകളാണുള്ളത് നമുക്കറിയാം. ഇന്നത്തെ ഒരു സാഹചര്യവും പശ്ചാത്തലവും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഞായറാഴ്ച പൊതു ആരാധന ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കുകയും വരുന്ന ഞായറാഴ്ച രാവിലെ 7 മണിക്കും 9 മണിക്കുമായി 2 ആരാധനകളിലായി മുൻപ് നമ്മൾ ചെയ്തതുപോലെ വ്യത്യസ്തമായ 4 വാർഡുകളായി നമുക്ക് ഈ ഞായറാഴ്ച മുതൽ ആരാധന പുനരാരംഭിക്കാനായിട്ട് സാധിക്കും. പൊതു ആരാധന എല്ലാ വിശ്വാസികളും എല്ലാ വാർഡ് അംഗങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മാസവരി കുടിശ്ശികകളോ ലേലത്തിൽ സഹകരിക്കാനോ ഒക്കെ ഉള്ളവർ ഈ ഞായറാഴ്ചയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിന് തക്കവണ്ണം എത്തിച്ചേരുകയും ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ജാഗ്രതയോടെയും കൂടുതൽ കരുതലോടെയും മുൻപ് നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും
പാലിച്ചുകൊണ്ട് തന്നെ ആരാധനയിൽ സംബന്ധിക്കാനായിട്ടും എല്ലാവരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നമുക്ക് ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള ഗാനം നമുക്ക് കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവെ, അവിടുത്തെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാനും ദൈവസന്നിധിയിൽ സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കുവാനും അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. അർപ്പിച്ച എല്ലാ കരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അധികം നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അവരുടെ ജീവിതങ്ങളിൽ അവിടുന്ന് പകരണമേ. ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾ, ഞങ്ങളുടെ അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകൃപയാൽ നിറയപ്പെടുവാനും കൂടുതൽ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വരുവാനും ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. വചന സത്യങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. എൻ്റെ വായിലെ വാക്കുകളും അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഒരുപോലെ പ്രസാദകരമാകുവാൻ സഹായിക്കണമേ. ആമേൻ. ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തെ ആരാധിപ്പാൻ ലഭ്യമായിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളിലായി ബൈബിളിനെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം ഹോശയ പ്രവാചകൻ, യോവേൽ പ്രവാചകൻ എന്നീ 2 പ്രവാചക പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് പ്രവാചകന്മാരിൽ, പ്രത്യേകിച്ച് ചെറിയ പ്രവാചകന്മാരിൽ 3-ാമത്തെ പ്രവാചകനായ ആമോസ് പ്രവാചകനെക്കുറിച്ചാണ് നമ്മൾ ചുരുക്കമായിട്ട് ധ്യാനിക്കുന്നത്. ആമോസ് പ്രവചനം 2 ആഴ്ചകളിലായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആമോസ് പ്രവചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാനോനിക പ്രവാചകനായ ഒരു പ്രവാചകനാണ് ആമോസ്. അതായത് ആമോസിൻ്റെ പേരിൽ, ആമോസ് പ്രവാചകൻ മാത്രമല്ല, ആമോസിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് കാനോനിക പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവചന പുസ്തകങ്ങളിൽ ആദ്യത്തെ പ്രവചന പുസ്തകമായിട്ട് ആമോസ് പ്രവചന പുസ്തകത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബൈബിളിലെ 30-ാമത്തെ പുസ്തകമാണ് ഈ ആമോസ് പ്രവാചക പുസ്തകം. അതുമാത്രമല്ല, ചെറിയ പ്രവാചകന്മാരിൽ 3-ാമത്തെ പുസ്തകമാണ് ആമോസ് പ്രവചനം. ഈ ആമോസ് പ്രവചന പുസ്തകത്തിൽ ആകെ 9 അധ്യായങ്ങളാണ് ഉള്ളത്. 9 അധ്യായങ്ങളിലായി 145 വാക്യങ്ങളാണ് ഉള്ളത്. ആമോസ് പ്രവാചകൻ്റെ
സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആമോസ് പ്രവാചകൻ യെരുശലേമിന് തെക്ക് ഭാഗത്തായി 12 മൈൽ ദൂരെ, യെരുശലേമിൽ നിന്ന് 12 മൈൽ ദൂരത്തായി ഉള്ള തെക്കോവ എന്ന ഒരു മലം പ്രദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വദേശം. മലകളാൽ നിറയപ്പെട്ട ഒരു പ്രദേശമാണ് തെക്കോവ. യെരുശലേമിൽ നിന്ന് 12 മൈൽ ദൂരത്താണ്. ഇസ്രായേലിൽ മുഖ്യമായും ബഥേൽ നഗരത്തിലാണ് ഈ ആമോസ് പ്രവാചകൻ്റെ ശുശ്രൂഷ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നതെന്ന് കാണാം. ഇസ്രായേലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പഴയ ഇസ്രായേലല്ല, പുതിയ ഇസ്രായേൽ അനുസരിച്ച് ഇസ്രായേൽ 2ആയി വിഭാഗിക്കപ്പെട്ടു. അതിൽ വടക്കേ രാജ്യം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ, പിന്നെ പ്രത്യേകിച്ച് യഹൂദ വേറൊരു രാജ്യമായി മാറി. അപ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ പ്രത്യേകിച്ച് ബഥേലിൽ പ്രവചിച്ച ഒരു പ്രവാചകനാണ് ആമോസ് എന്ന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആമോസ് എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ എന്ന പേരിൻ്റെ അർത്ഥം ഭാരം വഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭാരം വഹിക്കുന്നവൻ എന്നാണ് ആമോസ് എന്ന പേരിൻ്റെ അർത്ഥം. അത് ഈ പ്രവചന പുസ്തകമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജനത്തെക്കുറിച്ചുള്ള ഭാരം, ജനത്തിന് ഉണ്ടാകേണ്ടുന്ന നീതിബോധത്തെക്കുറിച്ചുള്ള ഭാരം ആമോസിനുണ്ടായിരുന്നു എന്നുകൂടെ ആമോസിൻ്റെ പ്രവചന പുസ്തകങ്ങളും സന്ദേശവും നമ്മൾ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആമോസ് ഭാരം വഹിക്കുന്നവൻ എന്നാണ് അതിൻ്റെ പേരിൻ്റെ അർത്ഥം. ആമോസിൻ്റെ ജോലി അല്ലെങ്കിൽ ആമോസ് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ് എന്ന് 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആമോസ് തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇടയനാണ് ആമോസ്, ഇടയ വിഭാഗം. അതിൽ തന്നെ ഈ ഇടയൻ എന്ന് കൊടുത്തിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് നോക്കേദീം എന്നാണ്. ഈ നോക്കേദീം എന്ന വിഭാഗത്തിൽപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് നോക്കേദ് എന്ന വാക്കിൽ നിന്നാണ് ഈ നോക്കേദീം എന്ന് പറയുന്നത്. അതായത് നീളം കുറഞ്ഞ കാലുകളുള്ള ധാരാളം രോമം വളരുന്ന മികച്ച ഇനം ആടുകളെ വളർത്തുന്നവർ എന്നാണ് അർത്ഥം. അപ്പം നീളം കുറഞ്ഞ ആടുകളുള്ള നല്ല രോമമുള്ള മികച്ച ഇനം ആടുകളെ വളർത്തുന്ന ഒരു വിഭാഗം ഇടയന്മാരെയാണ് ഈ നോക്കേദീം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇടയന്മാരുടെ കൂട്ടത്തെയാണ് നോക്കേദീം എന്ന്. പ്രത്യേക ഇനം, മെച്ചമായ ഇനം ആടുകളെ വളർത്തുന്ന വിഭാഗം. അതുകൊണ്ട് ഈ ഇടയന് അത്രയധികം പ്രത്യേകതകളും അത്രയധികം പ്രാധാന്യവും ഒരു പ്രത്യേക കരുതലോടുകൂടെ ഒരു വിഭാഗം പ്രത്യേക ഇനം ആടുകളെ വളർത്തുന്നവൻ എന്നുകൂടെ ഈ ഇടയൻ എന്ന പേരുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണയുള്ള ആടുകളെ വളർത്തുകയും മേയിക്കുകയും ചെയ്യുന്നവനല്ല, പ്രത്യേകതയുള്ള ആടുകളെ വളർത്തുകയും അതിൻ്റെ രോമം കത്തിരിച്ച് വിറ്റും അങ്ങനെയൊക്കെ ഉപജീവിക്കുന്ന നോക്കേദീം വിഭാഗത്തിൽപ്പെട്ട ഒരു ഇടയനായ ആമോസിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകതകളുള്ളവരെ തന്നെയാണ്, സ്വന്തമായി പ്രത്യേകതകൾ ഉണ്ടാക്കിയെടുക്കുന്നവരെ തന്നെയാണ് ദൈവം വിളിക്കുന്നത്, ദൈവം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഏതോസ് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. ഈ പ്രത്യേകതകൾ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. മനുഷ്യൻ്റെ കണ്ണിൽ പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല ഈ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ദാവീദിന് ദാവീദിന് കുടുംബത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇല്ല. കുടുംബത്തിൻ്റെ കണ്ണിലും മനുഷ്യൻ്റെ കണ്ണിലും ദാവീദ് എന്ന് പറയുന്നത് ആടിനെ മേയ്ക്കാനേ കൊള്ളാവൂ, വേറൊന്നിനും കൊള്ളൂല. ബാക്കി കൊള്ളാവുന്നവരൊക്കെ എവിടെയൊക്കെയാണ്? പട്ടാളത്തിലും ഉയർന്ന ജോലിയിലും മറ്റു വിവിധ കാര്യങ്ങളിലുമാണ്. അപ്പോൾ ദാവീദിനെ ആട് മേയ്ക്കാനേ പറ്റുള്ളൂ. കിന്നരം വായിക്കുക, ആടുകളെ മേയ്ക്കുക, ഇങ്ങനെ നടക്കുക. അപ്പോൾ മനുഷ്യരെ കാണുന്ന പ്രത്യേകതകളല്ല, മനുഷ്യർ കാണുന്ന പോസിറ്റീവ്സ് അല്ല ദൈവം കാണുന്നത്. മനുഷ്യരുടെ കണ്ണിൽ കുഴപ്പമായിട്ടും കുറഞ്ഞതായിട്ടും ശൗല് പറയുന്നതും ഇദ്ദേഹം ഗിദെയോൻ പറയുന്നതുമൊക്കെ നമുക്കറിയാം. എൻ്റെ കുലവും ഗോത്രവും കുടുംബവും ഒക്കെ ഏറ്റവും ചെറുതാണ്, ഏറ്റവും പിന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും പിന്നിലെന്നും അങ്ങനെയുള്ള പ്രത്യേകതയും ദൈവം മാന്യമായി പരിഗണിക്കുകയും ദൈവം അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി മറ്റൊരു ഉപജീവന മാർഗമായി നമ്മൾ ആമോസിനെ കാണുന്നത് ആമോസ് പ്രവചനം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കാട്ടത്തിപ്പഴം വിൽക്കുന്ന ജീവിതമാർഗം ആമോസിന് ഉണ്ടായിരുന്നു എന്ന് കാണാം. 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അമസ്യാവ് എന്ന പുരോഹിതൻ ചോദിക്കുമ്പോൾ ആമോസ് പറയുന്നുണ്ട്, ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ വിളിച്ചു. ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ആകുന്നു. ഞാൻ ഇടയനും
കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാണ്. ഇവിടെ ഇടയൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നൊഖേദീം എന്ന വാക്ക്. പ്രത്യേക ഇനം കാലുകൾ നീളം കുറഞ്ഞ ധാരാളം രോമമുള്ള ആടുകളെ വളർത്തുന്ന ഇടയൻ, അതാണ് നൊഖേദീം. പിന്നെ കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ. ഈ കാട്ടത്തിപ്പഴം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഈ കാട്ടത്തിപ്പഴം സാധുക്കൾ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്ന ഒരിനം പഴമാണ് ഈ കാട്ടത്തിപ്പഴം. കാരണം ഒരു പ്രാധാന്യമില്ല. സാധുക്കൾ, ദരിദ്രർ, ഒരു ഒട്ടും നിവൃത്തിയില്ലാത്തവർ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു ഈ കാട്ടത്തിപ്പഴം എന്ന് നമുക്ക് കാണാം. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഏത് പഴം ഇതുപോലെ ഉണ്ടായിരുന്നു? ഏത് പഴത്തിന് വേണ്ടി ആൾക്കാർ കുറേ ഒരു പാവപ്പെട്ട ആളുകൾ കറങ്ങി നടക്കുമായിരുന്നു? ഒരു ചക്കപ്പഴമെങ്കിലും കിട്ടാനല്ലേ? എവിടെയെങ്കിലും ഒരു ചക്ക വീണാൽ പോലും അത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും അത് എടുത്ത് വഴിയിൽ, ഞാൻ എത്ര പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കുഞ്ഞുപ്രായത്തിൽ. വീണ് ചെതറി കിടന്നാൽ പോലും അതിനെ മണ്ണ് പറ്റാതെ എല്ലാം കൂടെ എടുത്ത് കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അതിനെ എടുത്ത് അതിൻ്റെ ഈ മുള്ള് മാത്രം അരിഞ്ഞ് കളഞ്ഞിട്ട് വേവിച്ച് വിവിധ രീതിയിൽ ഭക്ഷണം കഴിക്കുക. അത്രയധികം ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കാട്ടത്തിപ്പഴം എന്ന് പറയുന്നതും സാധാരണ സാധുക്കളായ ജനങ്ങൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫലമാണ്. അപ്പോൾ വളരെ സാധാരണക്കാരനായ ഒരു പ്രവാചകൻ വളരെ സാധാരണ ജീവിതം നയിച്ചു, സാധാരണ ജനത്തിന് വേണ്ടി ജീവിച്ചു. പിന്നെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയുമാണ്. പക്ഷെ അത് മറ്റുള്ളവരുടെ കണ്ണിലല്ല, അത് മറ്റ് വിവിധ പ്രത്യേകതകൾ ദൈവസന്നിധിയിൽ ആമോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രത്യേക പരിപാലനം അർഹിക്കുന്ന ഒരു പ്രവാചകനായി തൻ്റെ ഉപജീവന മാർഗത്തിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും ഒരു ഇടയൻ എന്ന രീതിയിലും ആമോസിനെ രൂപപ്പെടുത്തിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആമോസിൻ്റെ പ്രവചന കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആമോസ് പ്രവചനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിൻ്റെ മകനായ യെരോബെയാമിൻ്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങളെന്നാണ്. അപ്പോൾ 2-3 ഹിൻഡുകൾ അവിടെ നൽകിയിട്ടുണ്ട്. ആമോസ് എപ്പോഴാണ് പ്രവചിച്ചിരുന്നത്? പ്രധാനമായിട്ട് എന്താണ് പറയുന്നത്? ഭൂകമ്പത്തിന് 2 വർഷം മുമ്പ്. അപ്പോൾ അന്ന് ഏതോ ഒരു ഭൂകമ്പം നടന്നു. ആ ഭൂകമ്പം ഒരു നാഴികക്കല്ലാണ്. ആ ഭൂകമ്പം ഒരു പ്രത്യേക പോയിന്റായിട്ട് പറയുകയാണ്. ആ ഭൂകമ്പത്തിന് 2 വർഷം മുമ്പ് ആണ്. ഇനി പറയുന്നുണ്ട്, ഉസിയ രാജാവ് യഹൂദ ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. യെരോബെയാം രാജാവ് ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. യെരോബെയാം രാജാവ് എന്ന് പറയുന്നത് യോവാഷ് രാജാവിൻ്റെ മകനാണ്. അപ്പോൾ ഉസിയ രാജാവ് യഹൂദ ഭരിച്ചിരുന്ന കാലഘട്ടം, യെരോബെയാം രാജാവ് ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലഘട്ടം, ഭൂകമ്പത്തിന് 2 വർഷം മുമ്പുള്ള കാലഘട്ടം, ഇതെല്ലാം കൂടെ കണക്കാക്കി എടുക്കുമ്പോൾ BC 762-760 കാലഘട്ടത്തിലാണ് ആമോസ് ഇസ്രായേലിൽ ബഥേലിൽ പ്രവചന ശുശ്രൂഷ ദൈവനാമത്തിൽ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ആമോസ് പ്രവചിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ദൈവം പ്രവാചകന്മാരെയൊക്കെ വിളിക്കുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. പ്രവാചകന്മാരെ മാത്രമല്ല, ന്യായാധിപന്മാരെ വിളിച്ചപ്പോഴും രാജാക്കന്മാരെ വിളിച്ചപ്പോഴും ഇന്നും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ദൈവം നിയോഗിക്കുന്നതിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് സഭയുടെ അധിപന്മാർ, സഭാ കമ്മിറ്റി ആയാലും സഭാ പുരോഹിതന്മാരായാലും, അത് മഹായുടെ തലത്തിലായാലും, ഇനി സംസ്ഥാനത്തിലായാലും പഞ്ചായത്തിലായാലും രാജ്യത്തിലായാലും എവിടെ ആയാലും അധികാരങ്ങളിൽ ഓരോരുത്തരും വരുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം, എന്ന് നമ്മൾ അംഗീകരിക്കണം, മനസ്സിലാക്കണം. ഇവിടെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ബഥേലിനും പ്രത്യേകിച്ച് ഇസ്രായേലിനും ഒക്കെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു കാലഘട്ടം ഉണ്ടായി. സാമ്രാജ്യത്വം വികസിച്ച ഒരു കാലഘട്ടമായി. ഈ കാലഘട്ടത്തോടൊപ്പം തന്നെ അഭിവൃദ്ധി വന്നപ്പോൾ എന്തുകൂടെ ഉണ്ടായി? അഭിവൃദ്ധി വന്നപ്പോൾ ദൈവത്തെ വിട്ടു പാപത്തിന് അടിമപ്പെട്ട സാഹചര്യങ്ങളും ഉണ്ടായി. അപ്പോൾ പാപം അതിന് കാരണമായി. പാപത്തിന് കാരണമായ ഒരു കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ആഡംബര ജീവിതം ജനം നയിച്ചു, വിഗ്രഹാരാധന അവരുടെ ജീവിതത്തിലുണ്ടായി, ധാർമ്മികമായ അധപ്പതനം ഉണ്ടായി, അഴിമതി ഉണ്ടായി. അപ്പോൾ വിഗ്രഹാരാധനയും ധാർമ്മിക അധപ്പതനവും ആഡംബര ജീവിതവും അഴിമതിയും കൊണ്ട് ദൈവജനം ദൈവത്തെ വിട്ട് ഇഷ്ടം പോലെ ജീവിച്ചു. കാരണം കയ്യിൽ എന്തുണ്ട്? സമ്പത്തുണ്ട്. ഈ സമ്പത്ത് വെച്ച് ജീവിക്കാം. അത് തന്നെ സാധുക്കളിൽ നിന്ന് തട്ടിയെടുക്കുന്നതും സാധുക്കളെ നശിപ്പിക്കുക, അനീതി കൊണ്ട് നിറഞ്ഞ ഒരു സംവിധാനമായി ഈ രാജ്യം മാറ്റപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവം, യഹോവയായ ദൈവം
ആമോസ് പ്രവാചകനെ വിളിക്കുന്നത്, ആമോസ് പ്രവാചകനെ ശക്തമായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പാപം നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം വരികയാണ്. ഇന്ന് നമ്മൾ വേദഭാഗം വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, മഹാമാരിയെക്കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. വിഷമഞ്ഞും മഹാമാരിയും കൊണ്ട് ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കുമെന്നാണ് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ദൈവത്തെ മറന്ന് ഇഷ്ടം പോലെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ പശ്ചാത്തലത്തിൽ ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ ഈ സംഭവങ്ങളൊക്കെ വരുമ്പോഴും ഈ ഒരു ദൈവത്തിലേക്ക് വരുന്നില്ല. പക്ഷെ എപ്പോഴും അവർ വരാൻ തയ്യാറാകുന്നു, ആമോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകൻ, നിങ്ങൾക്ക് ഈ വന്ന അനർത്ഥങ്ങളും ഈ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ ദൈവത്തെ വിട്ടതാണ്, നിങ്ങളുടെ വിഗ്രഹാരാധനയാണ്, നിങ്ങളുടെ ധാർമ്മിക അധപ്പതനമാണ്. അതുകൊണ്ട് ഈ ധാർമ്മിക അധപ്പതനത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും എല്ലാം നിങ്ങൾ വിട്ട് നിങ്ങൾ തിരിയണം എന്ന് ഉള്ള സന്ദേശം നൽകുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആമോസ് പ്രവചിക്കുന്നത്. ആമോസിനെ ദൈവം വിളിക്കുന്നതിനെ കുറിച്ച് ആമോസ് തന്നെ പറയുന്നുണ്ട്. 7-ാം അധ്യായം, ആമോസ് പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 14-15 വാക്യങ്ങളിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അമസ്യാവ് ചോദിക്കുമ്പോഴാണ് ആമോസ് പറയുന്നത്. ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആമോസ് പറയുകയാണ്, അമസ്യാവ് ആമോസിനോട് പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പ്രവചിച്ചോ, ഇവിടെ നിന്നെ കണ്ടുപോകരുത്, ബഥേലിൽ നിന്നെ കണ്ടുപോകരുത് എന്ന് അമസ്യാവ് വളരെ ശക്തമായി ആമോസിനെ പിടിച്ചൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ്, വിരട്ടുകയാണ്. ഈ വിരട്ടൽ കേൾക്കുമ്പോൾ ആമോസ് പറയുന്നുണ്ട്, അയ്യോ നീ പ്രവചിക്കരുത്, എടോ ദർശക എന്നാണ് വിളിക്കുന്നത്, എടോ ദർശക, ഇതാണ് അമസ്യാവ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ആമോസ് പറയുന്നത്, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല. ഇത് പറയുമ്പോൾ എലീശ ആരാണ്? എലീശ ഏലിയാവിൻ്റെ ശിഷ്യനാണ്, പ്രവാചകനുമാണ്. അപ്പോൾ പ്രവാചകനോ പ്രവാചകൻ്റെ മകനോ പ്രവാചകൻ്റെ ശിഷ്യനോ അപ്പോൾ പ്രവാചക പാരമ്പര്യമൊന്നും എനിക്കില്ല. ഞാനൊരു പ്രവാചക പാരമ്പര്യമുള്ള വ്യക്തിയോ കുടുംബത്തിലുള്ളപ്പെട്ടവനോ അല്ല. പക്ഷേ ഞാൻ ആരാണ്? ഞാൻ ഒരു ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാണ്. പക്ഷേ ആ കാട്ടത്തിപ്പഴം പെറുക്കുന്ന ഇടയനായിരിക്കുന്ന ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. ഹി ടുക്ക് മീ എന്നാണ്. യഹോവ എന്നെ എടുത്തു, യഹോവ എന്നെ പിടിച്ചു, യഹോവ എന്നെ തൊട്ടു. യഹോവ ഈ ദൗത്യത്തിനായി, ഈ പ്രവചന ദൗത്യത്തിനായി എന്നെ വിളിച്ചു, എന്നെ ഏറ്റെടുത്തു, എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ദൈവം. ഞാൻ ഇതിനായിട്ട് വന്ന വ്യക്തിയല്ല, ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, യഹോവ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചു എന്ന് ആമോസ് പറയുകയാണ്. എങ്ങനെയാണ്? എന്നെ യഹോവ പിടിച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. യഹോവ എന്നോട് കൽപ്പിച്ചു, ദൈവജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക. ആ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഞാനിവിടെ അനുസരിക്കുന്നത്. ഞാൻ പ്രവാചകനോ പ്രവാചക ശിഷ്യനുമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയെ, ദൈവത്തിൻ്റെ നിയോഗത്തെ ദൈവം ഹി ടുക്ക് മീ, യഹോവ എന്നെ എടുത്തിരിക്കുകയാണ് ഈ ദൗത്യത്തിനായി ശുശ്രൂഷിക്കുക, യഹോവ എന്നെ പിടിച്ചിരിക്കുകയാണ്, നിയോഗിച്ചിരിക്കുകയാണ് എന്ന് ആമോസ് വളരെ ശക്തമായി മറുപടി പറയുകയാണ്. 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ആമോസിൻ്റെ നിയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആമോസ് 3-ന്റെ 8-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും. വായിക്കുമ്പോൾ മനസ്സിലാക്കും. സിംഹം ഗർജിച്ചാൽ പേടിക്കാത്തവരായിട്ട് ആരുമില്ല. ഈ സൂവിനകത്ത് അടച്ചിട്ടിരിക്കുന്ന സിംഹം ഗർജിച്ചാൽ പോലും നമുക്ക് പേടിയാണ്. എന്നാലും നമുക്കൊരു ധൈര്യം ഉള്ളിൽ എന്താണ്? കൂട്ടിനകത്താണല്ലോ. മറിച്ച് വേറൊരു സ്ഥലത്താണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ സിംഹം ഗർജിച്ചാൽ കാട്ടിലായാലും മറ്റ് മൃഗങ്ങളായാലും ആർ ഭയപ്പെടാതിരിക്കും. അങ്ങനെയെങ്കിൽ യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? യഹോവയായ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ആ യഹോവയായ കർത്താവ് അരുളി ചെയ്ത സ്ഥിതിക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയുകയില്ല. പ്രവചിക്കാതിരിക്കാൻ കഴിയുകയില്ല. ആർ പ്രവചിക്കാതിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ എന്നിലുള്ള നിയോഗം, ദൗത്യം, അതാണ് ഞാൻ ചെയ്യുന്നത്. സിംഹം ഗർജിച്ചാൽ ആരും ഭയപ്പെടാതിരിക്കുന്നത് പോലെ ദൈവം അരുളി ചെയ്താൽ എനിക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന് ആമോസ് സസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. തൻ്റെ നിലപാട്, തൻ്റെ നിയോഗത്തെ ആമോസ് പ്രഖ്യാപിക്കുകയാണ്. ദൈവം നിയോഗിച്ചിരിക്കുന്നു,
ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവചിച്ച് ഞാൻ പറഞ്ഞേ മതിയാവും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ എനിക്കാണ്. ഞാൻ പറഞ്ഞില്ല എങ്കിൽ വേറെ ആരും പറയാതിരിക്കില്ല, വേറെ ആരെങ്കിലും പറയും. അതുകൊണ്ട് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ആർ പ്രവചിക്കാതിരിക്കും? തൻ്റെ നിയോഗത്തെ തിരിച്ചറിയുന്നു. ആമോസിൻ്റെ പുസ്തകത്തിലെ പ്രധാന സന്ദേശം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രധാന ചിന്തയും പ്രധാന വാക്യവും നമുക്ക് എല്ലാവർക്കും, ഈ സൺഡേ സ്കൂൾ പഠിക്കുന്നവർ, ക്രിസ്ത്യന് പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ആമോസ് 5:24. ആമോസ് പ്രവചനം പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണാതെ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു വാക്യമാണ് ആമോസ് 5:24. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്നുള്ള വാക്യം. ഇതാണ് നീതിയുടെ പ്രവാചകനാണ് ആമോസ്. നീതിയുടെ പ്രവാചകനാണ് ആമോസ്. ഉച്ചനീചത്വത്തിനെതിരെ ആമോസ് പ്രസംഗിച്ചു എന്ന് കാണാം. അപ്പം അനീതി നിറഞ്ഞ സാഹചര്യം, അന്യായം നിറഞ്ഞ സാഹചര്യം. ഇവിടെ ആമോസ് പറയുകയാണ്, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഒഴുകുന്നത് വെള്ളമാണ്. അപ്പം ന്യായം ഒഴുകത്തക്ക വിധത്തിലാകട്ടെ എന്നാണ്. നമ്മൾ കുറച്ച് വെള്ളം എടുത്തൊരു നിലത്തൊഴിച്ചാൽ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും? അതവിടെ എന്ത് ചെയ്യും? താഴ്ന്നു പോവും. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും? താഴുക മാത്രമല്ല, ഒഴുകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി ആവശ്യം പോലെ നീതി ഉണ്ടാകട്ടെ. എല്ലായിടത്തും നീതി ഉണ്ടാകട്ടെ. നീതി കൊണ്ട് നിറയട്ടെ, ന്യായം കൊണ്ട് നിറയട്ടെ. അതുകൊണ്ട് ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. നീതിയുടെ പ്രവാചകനാണ്. സാധാരണ ജനത്തിൻ്റെ നീതിക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ നീതിക്ക് വേണ്ടി, അന്നത്തെ അധികാരത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു, നീതിക്ക് വേണ്ടിയുള്ള സന്ദേശമായിരുന്നു ആമോസ് പ്രവാചകൻ നടത്തിയത്. അതാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാംക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവൻ്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. അവർ ഏത് ബലിപീഠത്തിനകത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച് കിടന്നുറങ്ങുന്നു. ഇങ്ങനെ തുടങ്ങി ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വന്ന പാപത്തെക്കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സാധുക്കളെ, അവരുടെ ന്യായത്തെ മറിച്ചു കളയുന്ന അവസ്ഥ. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമര്യാപർവ്വതത്തിലെ ബാഷ്യാന്യ പശുക്കളെ പോലെ ദൈവജനമായിപ്പോയി. എളിയവരെ പീഡിപ്പിക്കുന്ന, ദരിദ്രരെ തകർക്കുന്ന, ഞങ്ങൾക്ക് കൊണ്ടുവരുവിൻ എന്ന് പറയുന്ന വിഭാഗമായി സ്ത്രീകൾ മാറിക്കഴിഞ്ഞു. ശമര്യ സ്ത്രീകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യുന്ന? ആരോടും കരുണയില്ല, ആരോടും അയ്യോഭാവമില്ല, നമുക്ക് തന്നെ എല്ലാം ഇരിക്കട്ടെ എന്നുള്ള ചിന്ത ഈ ജനത്തെ ഭരിച്ചു. ഇതെല്ലാം അവരുടെ കുഴപ്പങ്ങളായി, ഉച്ചനീചത്വത്തിൻ്റെ ഉദാഹരണങ്ങളായി പറയുകയാണ്. നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. നമ്മളിന്ന് വായിച്ച വേദഭാഗം അതാണ്. 4-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ 5 തവണയാണ് വളരെ ശക്തമായി ആമോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയണം, ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള കുറ്റം. 5 തവണയാണ് പറയുന്നത്. 4-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. എങ്ങനെ? ഭക്ഷണത്തിന് കുറവ് വന്നിട്ടും എന്ത് ചെയ്തില്ല? നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല. 8-ാം വാക്യം പറയാണ്, 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ചെന്നു, ദാഹം തീർന്നില്ല, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇനി 9-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെ, മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവുമരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. അപ്പോൾ കൃഷിനാശം സംഭവിച്ചിട്ടും നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ തയ്യാറാകുന്നില്ല. 10-ാമത്തെ വാക്യം, മിസ്രൈമിലെ പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു, നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു. അപ്പോൾ ഒരുപാട് മഹാമാരി, വെൺകതിര് തകരുന്നതും ഇങ്ങനെയുള്ള ശിക്ഷകൾ വന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തില്ല? എങ്കിലേക്ക് തിരിഞ്ഞില്ല. 11-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉന്മൂലനാശം വരുത്തി, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെ ആയിരുന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് കഷ്ടത വന്നു, പ്രയാസം വന്നു, കൃഷിനാശം വന്നു, പരാജയം വന്നു,
ദാരിദ്ര്യം വന്നു. ഇതൊക്കെ വന്നപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചിന്തിക്കുന്നില്ല. ഇതെന്തുകൊണ്ട് വന്നു? നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല. ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ വരാത്തത് കൊണ്ടാണ് ഈ ശിക്ഷകൾ, ഈ രോഗങ്ങൾ, ഈ മഹാമാരികൾ, ഈ അതിക്രമങ്ങളും ഈ നഷ്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നത്. നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ആമോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയണം. 12-ാം വാക്യവും 13-ാമത്തെ വാക്യവും പറഞ്ഞ് അത് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താണ്? അതുകൊണ്ട് ഇസ്രായേലേ, അതിന് മുകളിലുള്ള വാക്യങ്ങളെല്ലാം അവർക്ക് വന്ന നഷ്ടങ്ങളെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. വെൺകതിരും വിഷമഞ്ഞും മഹാമാരിയും പരാജയവും ദാരിദ്ര്യവും കൃഷിനാശവും എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഇതെല്ലാം വന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് ഇസ്രായേലെ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലെ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്തരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സർവശക്തനായ ഒരുത്തനുണ്ട്. അതാണ് പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം വരുത്തുവാൻ, വിഷമഞ്ഞ് മാറ്റാനും മഹാമാരി മാറ്റാനും ദാരിദ്ര്യം മാറ്റാനും പരാജയങ്ങളെ മാറ്റി ജയമാക്കാനും അനുഗ്രഹങ്ങൾ നൽകാനും പിന്നെ നിന്നെ ഉന്നതിയിലാക്കാനും നിന്നെ ദൈവരാജ്യത്തിൽ കടത്താൻ എല്ലാത്തിനും ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു ആ ദൈവത്തിൻ്റെ നാമം. ആ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ, ആ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ള ഒരു സന്ദേശമാണ് ശക്തമായി ആമോസിന്റെ ആദ്യത്തെ 4 അധ്യായങ്ങളിലായി നൽകുന്നത്. നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല, അത് നിങ്ങൾക്കുള്ള പരാജയമാണ്. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ യോഗ്യനായ ഒരു ദൈവമുണ്ട്. പ്രഭാതത്തെ അന്ധകാരമാക്കാനും ഇതെല്ലാം സൃഷ്ടിക്കാനും ഇതെല്ലാം പരിപാലിക്കാനും ഇതിനെല്ലാം നീക്കുപോക്കുകൾ നൽകാനും നിങ്ങളെ അനുഗ്രഹിക്കാനും നിങ്ങൾക്ക് നേർവഴി കാണിക്കാനുമെല്ലാം ശക്തിയുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ആ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ദേശത്ത് നീതി ഉണ്ടാകും. നിങ്ങളുടെ കൃഷികൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നിങ്ങളെ ആക്രമിക്കുന്നവർ പരാജയപ്പെട്ട് പല വഴിയായി മാറിപ്പോകും. ദൈവം നിങ്ങൾക്ക് ജയം നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരുവിൻ എന്ന് ആമോസ് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ പല സ്ഥലങ്ങളിലും പല രീതിയിലും വിട്ടിലും തുള്ളനും വെട്ടുക്കിളിയും വിഷമഞ്ഞും വെൺകതിരും മഹാമാരികളും നാശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കൊല്ലും കൊലയും ഇതെല്ലാം സംഭവിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നിരുന്ന് പരിതപിക്കുന്നു. പക്ഷേ ദൈവത്തെങ്കിലേക്ക് തിരിയാത്തതാണ് ഇതിനൊക്കെ കാരണം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദൈവജനമായ നാം ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ആ യഹോവ എന്ന നാമം മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിനായ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിലൂടെയുള്ള നിത്യജീവൻ്റെ അനുഭവവും അനുഗ്രഹത്തിൻ്റെയും കൃപകളുടെയും നന്മകൾ പ്രാപിച്ച് ജീവിച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തോട് അറിയിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് നമുക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചു പാടി ദൈവത്തെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഉയർത്തില്ലെന്ന ശത്രുഗണം വാദിക്കുമ്പോഴും കർത്താവെ തകർക്കുമെന്ന ഭീതികൾ വരുമ്പോഴും ഞങ്ങളെ തകരാതെ ഞങ്ങളെ ജീവനോടെ പരിപാലിക്കുന്നവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടെ നൽകുന്ന അനുഗ്രഹങ്ങൾക്കായി, അവിടെ നൽകുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം 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 ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ വാഴ്ത്തുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ, ജയത്തെ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് തിരിയാതെ പലപ്പോഴും ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നുപോയി. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ വീഴ്ചകളെ ക്ഷമിക്കണമേ. ഞങ്ങളോട് അവിടുന്ന് മനസ്സലിയണമേ. ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദേശത്തോട്, സഭയോട്, ലോകത്തോട് അവിടുന്ന് മനസ്സലിയണമേ. അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരോടും അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം കർത്താവേ. ഞങ്ങൾ അവിടുന്ന് ക്ഷമിക്കണം കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിലോ കുടുംബങ്ങളിലുള്ള എല്ലാ ശാപങ്ങളെയും അവിടുന്ന് മാറ്റണമേ. എല്ലാ ശാപങ്ങളെയും മാറ്റി അവിടുന്ന് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് ഞങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു വരുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം എന്ന് ആമോസ് വിളിച്ചു പറഞ്ഞത് അത് ഞങ്ങൾ ഇന്നും കേൾക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനായ, സൃഷ്ടാവായ, പരിപാലകനായ, സർവശക്തനായ ആ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ലാതെ വചനങ്ങളെ പഠിപ്പിക്കുമ്പോൾ യേശുവാകുന്ന ഏക മധ്യസ്ഥനിലൂടെ, യേശുവാകുന്ന ഏക രക്ഷകനിലൂടെ കർത്താവെ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മഹാമാരിയിൽ നിന്ന് കർത്താവെ, ഇങ്ങനെയുള്ള വ്യാപന ശക്തികളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ. ലോകത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ലോകത്തെ അവിടുത്തെ സൗഖ്യത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും ജില്ലയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ എല്ലാ രോഗവ്യാപന ശക്തികളിൽ നിന്ന് വിടുവിക്കണമേ. ഈ മഹാമാരി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ, എല്ലാവരും സാധാരണ ജീവിതം നയിക്കുവാൻ, എല്ലാവരും സൗഖ്യം പ്രാപിക്കുവാൻ, സാധാരണ നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. അതിനുള്ള ദർശനങ്ങളെ നൽകണമേ. അതിനുള്ള മനസ്സൊരുക്കത്തെ നൽകണം കർത്താവേ. ഹൃദയങ്ങൾ, കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസളമായുള്ള ഹൃദയങ്ങളാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ക്രിസ്തുവിലൂടെ യേശുവിലൂടെയുള്ള നന്മയും അനുഗ്രഹവും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എല്ലാ ഛിദ്രശക്തികളെയും എല്ലാ അന്ധകാര ശക്തികളെയും അവിടുന്ന് ദഹിപ്പിച്ച് അവിടുന്ന് ജയമെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. സൗഖ്യത്തിനായിട്ടുള്ള പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, ആരോഗ്യ പ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകരെ, പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവ്. എല്ലാവരും കർത്താവ് കരുതലോടെ ജാഗ്രതയോടെ ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. സൗഖ്യത്തിൻ്റെ കാറ്റിനെ അവിടുന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഹാർഡ്വിക്കാട് സ്തോത്രം. അഭിനന്ദ തിരുമേനിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുമേനിയെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ പ്രതികൂല ശക്തികളെ അവിടുന്ന് മാറ്റി അനുകൂലകനായ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. മഹായുടെ നേതൃത്വത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മിഷണർമാരെയും മിഷൻ ഫീൽഡുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ആലുവ പ്രദേശത്തെ ഞങ്ങളുടെ ജനമെല്ലാം താമസിക്കുന്ന ഈ പ്രദേശം അനുഗ്രഹത്തോടുകൂടി ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകി വരുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം. വിജയമ എന്ന ആ മാതാവിനെ, എബിൻ, ജോബിൻ എന്ന ആ പ്രിയ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജൻ ലൂയിസ് എന്ന സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നു. സുന്ദർരാജ് സാറിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കമലമ്മ എന്ന മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, സുശീല എന്ന മാതാവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റ് വിവിധ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ള ആ പൊങ്കുളത്തുള്ള ആ മാതാവിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് വിവിധമായ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. ദൈവകൃപ വരണേ. പ്രസന്നനെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പകർന്ന് ശക്തീകരിക്കണം. കർത്താവെ, ദൈവകൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലെ സംഘടനകളെ, കമ്മിറ്റികളെ, പ്രവർത്തനങ്ങളെ എല്ലാ തടസ്സങ്ങളും മാറി ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ, ഞങ്ങളുടെ ദൈവാലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ വരുന്ന ഞായറാഴ്ച മുതൽ ഞങ്ങളുടെ ആരാധനകൾ പുനരാരംഭിച്ചുകൊണ്ട് കർത്താവെ, എല്ലാവർക്കും കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ, സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള കൃപ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ വിവിധ നിലകളിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആലയത്തിനുള്ളിലും ഓൺലൈനിലൂടെയും ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. ചെല്ലാമച്ചയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും സൗഖ്യത്തോടെ ദീർഘായുസ്സോടെ അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യണമേ. ഉദയഡിഗനസിനെ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കുകയും നന്മകളാൽ അവിടെ നിറയ്ക്കുകയും ചെയ്യണമേ. അനുഗ്രഹത്തോടെ അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മധു എന്ന പ്രിയ സഹോദരനെ ആ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ തൊഴിൽ മേഖലകൾ, യാത്രകൾ, കുടുംബജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. നന്മയിൽ പരിപാലിക്കണമേ. സൗഖ്യത്തോടെ പരിപാലിക്കണം. മാതാവിൻ്റെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ജിബിൻ്റെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ പ്രിയമക്കളുടെ മേൽ, ആതുര ശുശ്രൂഷ രംഗത്തിരിക്കുന്ന പ്രിയ മകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിക്കണമേ. അടിയനെയും ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി നല്ലൊരു അനുഗ്രഹിക്കുന്ന രാത്രിയാക്കി അവിടെ നൽകണമേ. സുഖകരമായ വിശ്രമം ഞങ്ങൾ നൽകണമേ. പുതിയ പ്രഭാതങ്ങളുടെ ദൈവത്തെ സ്തുതിപ്പാനും അങ്ങേക്ക് നന്ദി കരയേറ്റുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. വിശുദ്ധ ആരാധനയ്ക്കായിട്ടും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഈ പുതിയ മാസം അനുഗ്രഹിച്ച് അവിടെ നൽകണമേ. സകലമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും, നമ്മുടെ കുടുംബങ്ങളോടും, തിരുസഭയോടും, ദേശത്തോടും, ചോദിച്ച എല്ലാ കാര്യങ്ങളോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയും നീ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നോടുള്ള നിൻ സർവനൻ മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ.
നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ